പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനഭാഗത്ത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നമുക്ക് സമീപസ്ഥമാണ്, നമ്മുടെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. യേശുവിനെ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കാരണം വചനം നമുക്ക് സമീപസ്ഥമാണ്, വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനമാണ്. പൗലോസ് റോമാ സഭയിൽ പറയുവാൻ ഇടവന്നതാണ്. വചനം നമ്മുടെ കൂടെ ഇരിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മേലേക്ക് പകരുന്നത്. തിരുവെഴുത്തിലൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു എന്ന്. യേശു പറഞ്ഞ വചനം ആത്മാവാണ്. നമുക്ക് നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും ദൈവവചനത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ആത്മാവായ വചനം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ്. അത് നമുക്ക് സമീപമായിരിക്കുന്നത് വചനം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വചനത്തിന് ജീവനുണ്ടായിരുന്നു. വചനത്തിലൂടെ ദൈവിക വെളിച്ചം മനുഷ്യനിലേക്ക് വെളിപ്പെടും. അതുകൊണ്ട് വചനം നമ്മുടെ അധരത്തിലും ഹൃദയത്തിലുമുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന വചനം, അതിനൊന്ന് ജീവനുണ്ട്, 2 അതിൽ വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്, 3 ആ വചനത്തിന് ശക്തിയുണ്ട്, 4 ആ വചനം ക്രിയ ചെയ്യപ്പെടും. ആ വചനം ചേതനയിലും സന്ധിമജ്ജകളിലും ഹൃദയത്തിൻ്റെ വിചാരങ്ങളിലും ഹൃദയത്തിൻ്റെ ഭാവങ്ങളിലും ഹൃദയത്തിൻ്റെ കച്ചേരികളിലേക്കും നാഡീയുഗങ്ങളിലേക്കെല്ലാം ആ വചനം തുളച്ചു കയറും. വചനം കടന്നു ചെല്ലുന്ന വചനമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയുള്ള വചനത്താൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായെങ്കിൽ ആ വചനം പറഞ്ഞാൽ ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും, ചില പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കും, ചില ദൈവിക സാന്നിധ്യം വെളിപ്പെടും. ഈ വചനം പത്രോസും യോഹന്നാനും ദേവാലയം എന്ന സുന്ദര കവാടത്തിൽ പറഞ്ഞു, സ്വർണ്ണോ വെള്ളിയോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് വചനമായ യേശുവാ. യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക്. അപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൻ അത്ഭുതം ചെയ്യാൻ, അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ തുടങ്ങി. അവന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം വചനം ആരുടെ അടുത്തേക്ക് ചെന്നോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. വീണ്ടും വചനം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നു, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ നീതീകരണം ഉണ്ടാകുന്നു. 2 വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാലോ, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷ പ്രാപിക്കും. വചനത്തിലൂടെ തന്നെ നീതീകരണവും രക്ഷയും അവിടെ തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിതരായി മാറുകയില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് തന്നെ നമ്മോട് അരുളി ചെയ്യുന്നു. ലജ്ജിക്കപ്പെടാൻ ഇടവരാത്ത വണ്ണം ഏറ്റുപറയുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവ സാന്നിധ്യവും ഇറങ്ങി വരുന്നതും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നതും കാണാൻ ഇടവരും. വചനം ആരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും.
ബൈബിള് പറയുക, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വചനം. അത് എവിടെയൊക്കെ തുളച്ചു കയറും? ഹൃദയത്തിൻ്റെതായ ചിന്തകളിലേക്കെല്ലാം തുളച്ചു കയറും. ഈ വചനത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഈ വചനത്തിന് എന്തുണ്ട്? ജീവന്. ഈ ജീവനും ചൈതന്യമുള്ള വചനമാണ് നമ്മൾ പറയുന്നത്. ഈ വചനം ആത്മാവാണ്, വചനം ദൈവമാണ്, വചനത്തിന് ശക്തിയുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന്റെ ശക്തി ആത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന വചനത്തിന് നമുക്ക് രക്ഷയും, നമുക്ക് വിശ്വസ്തതയും, നമുക്ക് നീതീകരണവും ദൈവപ്രവൃത്തിയും നമ്മുടെ മേൽ ഇറങ്ങി വരാൻ ഇടയാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഒരു ദിവസം നമുക്ക് ഒരുക്കി തന്നെങ്കിൽ, കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകണം, എന്നെ ബലപ്പെടുത്തണം, അവിടുത്തെ ശക്തി നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.